മലപ്പുറത്ത് വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിനിടയിൽ യുവതി മരണപ്പെട്ട വാർത്തകളാണല്ലോ ഇന്നും ഇന്നലെയുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പുരോഗമിച്ച സാക്ഷര കേരളത്തിൽ ഇന്നും വീട്ടിൽ നിന്നുള്ള പ്രസവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമായിരിക്കും നമുക്ക് ആദ്യമായി നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവുക. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെയധികം കോമണായി ഇതര ചികിത്സാ പ്രക്രിയകളും വീട്ടിൽ നിന്നുള്ള പ്രസവങ്ങളും കോമണായി കാണുന്നുണ്ട്. എന്താണ് ഇതിനുള്ള കാരണം? ഇങ്ങനെ സംഭവിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഇതിനെ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ മെറ്റാറൂട്ടിൽ നമ്മൾ സംസാരിക്കുന്നത്. ആശുപത്രിയിൽ പോയി ശാസ്ത്രീയ ചികിത്സ തേടി നിങ്ങൾ പ്രസവിക്കേണ്ട ആവശ്യമില്ലെന്നും വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റും എന്ന് തുടങ്ങിയ പല രീതിയിലുള്ള പ്രോഗ്രാംസും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവരെല്ലാം ഉന്നയിക്കുന്ന കുറച്ച് വാദങ്ങൾ വളരെയധികം സിമ്പിളാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്നതോടുകൂടി അതിൽ അയാൾ വീഴുകയും ചെയ്യുന്നു. അവരെല്ലാം പറയുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. മനുഷ്യവാസം ഭൂമിയിൽ തുടങ്ങിയ അന്നു മുതലേ ഉള്ള ഒരു നോർമലായിട്ടുള്ള ഒരു പ്രക്രിയയല്ലേ പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അതെ, ശരിയാണ്. ഈ പ്രസവത്തിന് കോംപ്ലക്സ് ആക്കി ഒരു അസുഖമാക്കി മാറ്റേണ്ടതില്ലെന്നും ഇത് നോർമലായി തന്നെ അങ്ങനെ സംഭവിച്ചു കൊള്ളുമെന്നും നമ്മുടെ മാതാപിതാക്കളെല്ലാം വീട്ടിൽ നിന്ന് പ്രസവിച്ചവരല്ലേ, അതുപോലെ തന്നെ നമുക്കും വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പറ്റുമെന്നുള്ള വാദങ്ങൾ ഇവരിറക്കുന്നു. ഇതോടുകൂടി ഇതിൽ നമ്മൾ ഓക്കെയാണ് എന്ന് വിചാരിച്ച് പലരും വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ ഒരുങ്ങുന്നു. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ബൈറ്റ് കൂടി ഇടുന്നതോടുകൂടി നമ്മളിതിൽ വീഴുന്നു. അവർ പറയുന്നു, ഇന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കണം എന്ന് പറയുന്ന എല്ലാവരും ഇതൊരു മെഡിക്കൽ മാഫിയക്ക് വേണ്ടി നിങ്ങൾ വീണു കൊടുക്കുന്നവരാണെന്നും അങ്ങനെ വീണു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നുള്ള ഒരു ഡയലോഗ് കൂടി കേൾക്കുന്നതോടുകൂടി നമ്മൾ ഈ പറയുന്ന പുതിയ ചികിത്സാ രീതിയുടെ ആ മാഫിയയുടെ കീഴിൽ നമ്മൾ അകപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഇങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. രണ്ട് ഡാറ്റകളെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. 1990 ഡാറ്റയും 2020 ഡാറ്റയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. രണ്ട് കാര്യങ്ങൾ വെച്ച്. ഒന്ന്, മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. 1,00,000 അമ്മമാർ പ്രസവിക്കുമ്പോൾ അതിൽ എത്ര അമ്മമാർ മരണപ്പെടുന്നുണ്ട് എന്നതിൻ്റെ കണക്കാണ്. അടുത്തത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. 1000 കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുമ്പോൾ അതിൽ എത്ര കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിന് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരണപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1990 500-ന് മുകളിലുണ്ടായിരുന്ന മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 2020 ഇന്ത്യയിൽ അത് 97 കുറഞ്ഞു വന്നു. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 80 നിന്നും നമുക്ക് 27 കുറക്കാൻ പറ്റി. ഇത്രയെല്ലാം ഇമ്പ്രൂവ്മെൻറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഹെൽത്ത് സെക്ടറിൽ ഉണ്ടായ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടാണ്. ഈ ഡെവലപ്മെൻറ്റുകളെ കൊണ്ട് നമ്മൾ ആർജിച്ചു വന്ന ഇത്രയും വലിയ ഒരു 80% മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലെ കുറവും അതുപോലെ തന്നെ ഒരു 65% ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിലെ കുറവുമെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും പിന്നോട്ടുള്ള ഒരു പോക്കാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മറ്റു ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന പ്രക്രിയ. എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ആശുപത്രിയിൽ പോകുന്നതാണ് എന്ന് പറയുന്നത്? എന്താണ് സാധാരണ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഈ പ്രസവത്തിൽ വരാവുന്ന പ്രശ്നങ്ങൾ? അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ പ്രസവവും നോർമൽ ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ പ്രസവത്തിനും അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, അമ്മയ്ക്കും കുഞ്ഞിനും ചിലപ്പോൾ പ്രസവ സംബന്ധമായി കുറേ ബുദ്ധിമുട്ടുകൾ വരാം. അമ്മയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമ്മ പ്രസവിച്ച ശേഷം മറുപിള്ള വരുന്നതോടുകൂടി കുറേയധികം രക്തം അതിൻ്റെ കൂടെ വരാറുണ്ട്. അതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്ന് പറയും. ഈ ചോര വളരെയധികം കൂടുകയാണെങ്കിൽ, രക്തസ്രാവം അധികമായി കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തിൻ്റെ അളവ് കുറയുകയും അങ്ങനെ നമ്മളുടെ BP താഴെ പോവുകയും നമുക്ക് പെട്ടെന്ന് ഹൃദയാഘാതം വരികയും മരണപ്പെടുകയും സംഭവിക്കാം. മറ്റൊന്ന്, മുമ്പ് സിസേറിയനൊക്കെ കഴിഞ്ഞ ഒരു രോഗിയാണെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് ഗർഭപാത്രം പൊട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇനി കുട്ടിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ വളരെയധികം നോർമലായിട്ടുള്ള കുട്ടികൾ പോലും ചിലപ്പോൾ പ്രസവിക്കുന്നതോടുകൂടി കരയാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. പ്രസവ സമയത്ത് തന്നെ, പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടി കരഞ്ഞാലാണ് കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റി എന്ന് നമ്മൾ ഉറപ്പിക്കുക. അങ്ങനെ കുറേ നേരത്തേക്ക് കുട്ടിക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഓരോ നിമിഷവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നിയോനേറ്റൽ റിസസിറ്റേഷൻ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ കരയുന്നത് വരെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ശ്വാസം കിട്ടുന്നത് വരെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു പ്രോട്ടോകോൾ വരെ നമുക്കുണ്ട്. ഹോസ്പിറ്റലിലല്ലാത്ത വീട്ടിൽ നിന്ന് സംഭവിക്കുന്ന ഒരു പ്രസവത്തിൽ ഈ കാര്യങ്ങളൊന്നും നോക്കപ്പെടുന്നില്ല. നമുക്കറിയാം, കുറഞ്ഞ സമയത്തെങ്കിലും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്ഥിരമായിട്ട് ബ്രെയിൻ ഡാമേജ് വരികയും സെറിബ്രൽ പാൽസി പോലെയുള്ള
മന്ദബുദ്ധി പോലെയുള്ള ഒരു കുട്ടിയാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇനി കുട്ടി പ്രസവിച്ച് കഴിയുന്നതോടുകൂടി പൊക്കിൾ കൊടി മുറിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നു. ഈ പൊക്കിൾ കൊടി മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്തെന്ന് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. ഒരു വീട്ടിൽ നമ്മളത് മുറിക്കുന്ന സമയത്ത് എത്രത്തോളം സ്റ്റെറൈലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ഇൻഫെക്ഷനുകളെല്ലാം കയറിക്കൂടാനും കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്ന് കുട്ടി മരണപ്പെടാനുള്ള സാധ്യതകൾ കൂടുന്നു. ഇത്രയെല്ലാം റിസ്കുകൾ നമ്മൾ വീട്ടിൽ നിന്നുള്ളൊരു പ്രസവത്തിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്നുള്ള പ്രസവങ്ങൾ ഒഴിവാക്കണമെന്നും ഹോസ്പിറ്റലുകളിൽ തന്നെ പോയി പ്രസവ ചികിത്സ നേടണമെന്നും പറയുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാകും ഈ പറയുന്ന സംഗതികളൊക്കെ വെറുതെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാനുള്ളതാണെന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ മെഡിക്കൽ മാഫിയയാണെന്നും ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മെഡിക്കൽ മാഫിയയാണെന്ന് വിചാരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോവാതിരിക്കാം, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രികളിലേക്കെങ്കിലും പോയിക്കൂടെ? ഗവൺമെൻറ് ആശുപത്രികളിൽ പ്രസവ ചികിത്സയും ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവവും പ്രസവാനന്തര ചികിത്സയും വളരെയധികം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് കുറേയധികം സ്കീമുകൾ ഈ സംഗതിയെ ഫ്രീ ആക്കിക്കൊണ്ട്, അവർക്കുള്ള ട്രാൻസ്പോർട്ടുകളെ ഫ്രീ ആക്കിക്കൊണ്ട്, ആദ്യമായി പ്രസവിക്കുന്ന ഒരു പെണ്ണിന് അവർക്ക് 5000 രൂപ അങ്ങോട്ട് കൊടുക്കുന്ന പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന തുടങ്ങിയിട്ടുള്ള കുറേയധികം സ്കീമുകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയെല്ലാം സ്കീമുകൾ കൊടുക്കുന്നത് ഒരു മെഡിക്കൽ മാഫിയയുടെ ഭാഗമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾ 9 മാസം പേറി നടന്ന ഒരു കുട്ടിയെ, ആ കുട്ടിയെ നിങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഈ പ്രസവ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെ കാരണം നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ കുട്ടിയെ പിന്നെ ആരാണ് നോക്കാനുണ്ടാവുക? ഓരോ ഭർത്താക്കന്മാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പ്രസവം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കുട്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മരണപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം വേദനാജനകമായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ച് വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. ഈ പ്രാവശ്യത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഫോർ എ ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഓരോ തുടക്കവും നമുക്കെല്ലാവർക്കും തുടങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.